എല്ലാവരുടെയും ജീവിതത്തിൽ കാണും ഇങ്ങനെ കുറച്ച് തിരക്ക് പിടിച്ച നിമിഷങ്ങൾ. ഞാൻ എങ്ങോട്ടാണ് തിരക്ക് പിടിച്ച് ഓടുന്നത് എന്നല്ലേ ഞാൻ പറയാം കേട്ടോ. നമ്മളുടെ കുട്ടികൾ ഓൺലൈനായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്കുടെ സ്ഥിരം പരിപാടിയാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ റിട്ടേൺ ചെയ്യുക എന്നുള്ളത് എൻ്റെ ജോബാണ് കേട്ടോ. അപ്പോൾ ഇന്നുകൊണ്ട് 2 പേരുടെ സാധനങ്ങൾ 2 സ്ഥലത്ത് റിട്ടേൺ ചെയ്യാനായിട്ട് അതിനുള്ള ഓട്ടത്തിലാണ് ഞാനിപ്പം. അതിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ എനിക്ക് സന്ധ്യ ആകുന്നതിന് മുമ്പ് തന്നെ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അടുത്ത പാഴ്സൽ റിട്ടേൺ ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനോടൊപ്പം തന്നെ ബെല്ലയുടെ ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത്ഡേ വരുന്നുണ്ട് നാളെ. അപ്പം ബെല്ലയ്ക്ക് അവിടെ നിന്നൊരു ചെറിയൊരു ഗിഫ്റ്റും കൂടെ വാങ്ങിക്കണം. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു. ഗിഫ്റ്റൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഓർത്ത് അയ്യോ ഇന്നും നമ്മൾ ഞങ്ങളുടെ ഈവനിങ് വോക്ക് മിസ് ചെയ്തല്ലോ എന്ന്. എന്നാൽ അത് മിസ്സാക്കണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഗാർഡൻ ഉണ്ട്. ഞങ്ങൾ 2 പേരും കൂടെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. ഞാനും ബെല്ലയും പിന്നെ ഇങ്ങനെ വോക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഒരു 45 മിനിറ്റ്സ് ഈ ഗാർഡനുള്ളിൽ കൂടെ തന്നെ ഞങ്ങൾ നടന്നു കേട്ടോ. ഇടയ്ക്ക് നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങളൊന്ന് ഇരിക്കുകയൊക്കെ ചെയ്തു. എന്നാലും ഈ ഗാർഡനുള്ളിലോട്ട് കടന്നപ്പോൾ തന്നെ നല്ലൊരു വൈബാണ്. സ്പ്രിംഗ് ഒക്കെ ആയതുകൊണ്ട് ധാരാളം ഫ്ലവേഴ്സും അതുപോലെ തന്നെ കിളികളുടെ ശബ്ദമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പോയത് കടയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനാണ്. നാട്ടിലിപ്പം നമ്മുടെ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് യൂട്യൂബും ഇൻസ്റ്റയൊക്കെ തുറന്നാൽ എപ്പോഴും മാങ്ങ കൊണ്ടുള്ള റെസിപ്പികളാണ് കാണുന്നത്. അപ്പം ഞാനും ഓർത്ത് മാങ്ങ കൊണ്ട് എനിക്ക് 1-2 കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വന്നത് നമ്മൾ 2 ബോക്സ് മാങ്ങയും വാങ്ങിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇന്നത്തെ കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് 3-4 ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് പോയി. So thank you so much for watching my video. ഇനിയും അടുത്ത വീഡിയോയുമായി ഉടനെ കാണാമെന്ന പ്രതീക്ഷയിൽ എല്ലാവർക്കും ബൈ.